ആ പരാമർശം പറയാൻ തന്നെ മടിയും നാണക്കേടാണ് നമുക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിലവാരത്തിലേക്ക് പോയോ എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ മാനസിക നിലയെ കാണിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും, ഡെസ്പറേറ്റ് ആയ ആളുകൾ എന്തും പറയുമല്ലോ, ആ ഡെസ്പറേറ്റ് മൂവ്മെന്റിൽ വന്ന ഒരു കമന്റായിട്ടേ കാണാൻ കഴിയും. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, മറ്റൊരു മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ആ ഭാഷ ഉപയോഗിച്ചത്. കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ പ്രചരണാർത്ഥമുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ. കുണ്ടറ പിടിച്ചെടുത്തതാണ് KC, ഇത്തവണയും അത് തൂക്കിയിരിക്കും. സംശയം എന്താ, ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ട് കുണ്ടറ കേരളത്തിലെ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും. ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയെന്ന് അവർ പറഞ്ഞ് ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് അവകാശവാദം. അവരിപ്പോ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കട്ടെ. ജനങ്ങൾ വിഷ്ണുവിന്റെ കൂടെയാണ്, ജനങ്ങൾ UDFന്റെ കൂടെയാണ്. കേരളത്തിൽ ആകമാനം അനുകൂലമാണ്. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ പോയ സ്ഥലത്തെല്ലാം കാണാൻ പറ്റുന്നത് നല്ല വേവാണ് UDFന് അനുകൂലമായിട്ട്. ജനങ്ങൾ ചിന്തിക്കുന്നൊരു മാറ്റം അത് ഓരോ ദിവസം കഴിയുന്നതിനും കൂടി വരികയാണ്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷം. ഇന്ന് കൊടിക്കുന്നിലെ കണ്ടപ്പം പറഞ്ഞത് 7 മുതൽ 9 സീറ്റ് കൊല്ലത്ത് പിടിക്കുമെന്നുള്ളതാണ്. അതൊരു കണക്കൂട്ടലിന്റെ ഭാഗത്ത് അത് പറഞ്ഞതായിരിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ കണക്കൂട്ടൽ. ഇന്നുണ്ടായ പ്രധാന ഒരു സംഭവം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മുഖ്യമന്ത്രി, തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയെ കുറിച്ച് നടത്തിയ ഒരു പരാമർശം. ആ പരാമർശം പറയാൻ തന്നെ മടിയും നാണക്കേടാണ് നമുക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിലവാരത്തിലേക്ക് പോയോ എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ മാനസിക നിലയെ കാണിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും, ഡെസ്പറേറ്റ് ആയ ആളുകൾ എന്തും പറയുമല്ലോ, ആ ഡെസ്പറേറ്റ് മൂവ്മെന്റിൽ വന്ന ഒരു കമന്റായിട്ടേ കാണാൻ കഴിയും. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, മറ്റൊരു മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ആ ഭാഷ ഉപയോഗിച്ചത്. സ്റ്റാർ ക്യാമ്പയിനേഴ്സ് മറ്റ് പാർട്ടികളുടെയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഒന്ന് സംസാരിച്ചു. അപ്പോഴൊന്നും ഇങ്ങനെ വിമർശനങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടായില്ല. അല്ല, പ്രധാനമന്ത്രിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പിണറായി ഉണ്ടാവില്ലല്ലോ. പിണറായിക്ക് മോഡി പേടിയാണല്ലോ. അദ്ദേഹത്തെ നയിക്കുന്ന രാഷ്ട്രീയം തന്നെ മോഡി പേടിയാണ്, ED പേടിയാണ്. അത് രണ്ടും കൂടെ ഒന്നിച്ച് പരസ്പര ബന്ധമാണ്, മോഡി EDയും തമ്മിലുള്ള പേടി. അപ്പൊ അതിന്റെ ഭാഗം മോഡിക്കെതിരായ അക്ഷരം മിണ്ടൂല, അമിത്ഷായ്ക്കെതിരെ മിണ്ടൂല. അതൊക്കെ മിണ്ടാൻ പറ്റുന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ പറയും, രേവന്ത് റെഡ്ഡിക്കെതിരെ പറയും. രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്താ പറഞ്ഞ BJPയുടെ ഏജന്റ് എന്ന് നിങ്ങൾ കേട്ടില്ലേ? അത് പിണറായിക്കല്ലാതെ വേറെ ലോകത്താർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ഈ ഒരു പരാമർശം പിൻവലിക്കണമെന്നോ മാപ്പണമെന്നോ അങ്ങനെ ഒരു കാര്യമില്ലെന്ന്. പിണറായി വിജയന്റെ തനിസ്വരൂപം കേരളത്തിന് മനസ്സിലാക്കാൻ ഒരവസരം കൂടെ കിട്ടി. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹത്തിനോട് മാപ്പ് പറയാൻ അദ്ദേഹം ഒഴിയാൻ പോകുന്ന മുഖ്യമന്ത്രിയല്ലേ. അദ്ദേഹത്തിന്റെ നിലവാരം അദ്ദേഹം കാണിച്ചു, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഇതാണ് എന്റെ സ്റ്റാൻഡേർഡ്, അത്രേ ഉള്ളൂ. ഇത് തെലങ്കാന മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ട് ഇത് അറിഞ്ഞിട്ടുണ്ടാകും. അത് ഒരാളെ കുറിച്ച് ഇങ്ങനെ വേറെടുത്തുന്ന ഒരു മുഖ്യമന്ത്രിന്റെ ഒരു പരാമർശം. അദ്ദേഹം ഇവിടെ ഉണ്ട് കേരളത്തിൽ, അദ്ദേഹം കേരളത്തിലുണ്ട്. അദ്ദേഹം അതിനകത്ത് വൈകാരികമായി പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ വിശ്വാസം. PC അവസാനവട്ടം എത്തിക്കാൻ പറ്റുന്ന പ്രധാന ആളിനെ തന്നെ എത്തിച്ചു മണ്ഡല പര്യടനം. അതെ, ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സംരക്ഷണ പോരാട്ടത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കുമൊപ്പം ഈ രാജ്യത്ത് നേതൃത്വം നൽകുന്ന ശ്രീ KC വേണുഗോപാൽ തന്നെ നമ്മുടെ ഈ പ്രചാരണത്തിന്റെ സമാപനത്തിൽ എത്തിയെന്നുള്ളത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കൊക്കെ നൽകുന്ന ആവേശം, നമ്മുടെ UDF പ്രവർത്തകർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കൊട്ടിക്കലാശത്തിലേക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കുണ്ടറ ഇത്തവണയും ഉജ്ജ്വല വിജയം നേടും, ഉജ്ജ്വല ഭൂരിപക്ഷവും ഉണ്ടാകും. ജനങ്ങളിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഇത്തവണ കുണ്ടറയും കരുനാഗപ്പള്ളിയും മാത്രമല്ല, കൊല്ലം ജില്ലയിൽ നിന്നും കൂടുതൽ MLA-മാർ കേരള നിയമസഭയിലേക്കുണ്ടാകും. പറഞ്ഞതുപോലെ തന്നെ 5 അക്കം കടക്കും ഭൂരിപക്ഷം. ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷം ഉണ്ടാകും. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എല്ലാം ഭയങ്കര പോസിറ്റീവാണ്. ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉൾപ്പെടെ KC വേണുഗോപാൽ പ്രതികരിച്ച് വലിയ വിജയം കുണ്ടറയിൽ മാത്രമല്ല കേരളത്തിലാകമാനം UDF ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.